വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്സ്. മുഹമ്മദ് ഷഫീഖ് ബി കെ കെമിസ്ട്രി ടീച്ചർ. മക്കളെല്ലാവരും ഹാപ്പിയായി സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് സാർ വിശ്വസിക്കുന്നു. എക്സാം ഒക്കെയാണ്, ടെൻഷനൊന്നും വേണ്ട, വളരെ എളുപ്പമായിരിക്കും എക്സാം എന്ന് തന്നെ വിശ്വസിക്കുക. നമ്മൾ മോൾ കൺസെപ്റ്റ് ആൻഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, കുറേ കുട്ടികൾ ചോദിച്ചിട്ടുള്ള സാർ ഈ ഒരു ഏരിയ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഈസി ആക്കി തരും. നമുക്ക് ഈസി ആക്കാം മക്കളെ. നമുക്കൊരു ഇക്വേഷൻ കിട്ടിയാൽ നമ്മളതിനെ 3 രൂപത്തിൽ എഴുതാൻ പഠിക്കണം. എത്ര രൂപത്തിലാണ്? 3 രൂപത്തിൽ എഴുതാൻ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ സിമ്പിളാണ്. ഓക്കെ, ആദ്യം എന്താ നോക്കേണ്ടതെന്നറിയോ? ഈ സൈഡിലുള്ള ഈ നമ്പറുകളില്ലേ മക്കളെ, ഇതാണ് ശരിക്കും നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര സൈഡിൽ 2 ആണ്, ഇവിടെ എത്ര 1 ആണ്, ഇവിടെ എത്ര 2 ആണ്. സോ നമുക്കിതിനെ ഇങ്ങനെ എഴുതിക്കൂടെ അല്ലേ മക്കളെ? എന്താ 2 മോൾ H2 എന്ന് എഴുതിക്കൂടെ, പ്ലസ് 1 മോൾ O2 എന്ന് എഴുതിക്കൂടെ, ഗിവ്സ് 2 മോൾ H2O എന്ന് എഴുതിക്കൂടെ. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇനി മക്കളെ, ഇതേ സാധനത്തിന് തന്നെ നമുക്ക് മാസിൽ എഴുതാനും സാധിക്കണം. എങ്ങനെ മാസിൽ എഴുതുക മക്കളെ? മാസിൽ എഴുതാൻ നമുക്ക് മോളിൻ്റെ എണ്ണം ഇവിടെ ഉണ്ടല്ലോ. ഹൈഡ്രജൻ, 1 മോൾ ഹൈഡ്രജൻ്റെ മാസ് മക്കൾക്ക് അറിയാം. H2ൻ്റെ മാസ് എന്താണ്? H2ൻ്റെ മാസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനിയോ O2ൻ്റെ മാസ് എന്താണ്? O2ൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 32 ആണ്. H2Oയുടെ മാസ് എന്താണ്? H2Oയുടെ മാസ് എന്ന് പറഞ്ഞാൽ 18 ആണ്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തന്നിട്ടുള്ളത് എത്രയാടാ? 2 മോൾ H2 ആണ്. 1 മോൾ 2 ആണെങ്കിൽ 2 മോൾ എന്താ? 4 ആണ്. അപ്പോൾ 4 ഗ്രാം H2 ആണ് ഇവിടെ റിയാക്ട് ചെയ്തത്. പ്ലസ് നമുക്ക് 1 മോൾ O2 ആണ്. 1 മോൾ O2 എന്ന് പറഞ്ഞാൽ അത് എത്ര തന്നെയാണ്? 32 ഗ്രാം O2 ആണ്. ഗിവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മോൾ H2 എന്ന് പറഞ്ഞാൽ 1 മോൾ 18 ആണെങ്കിൽ 2 മോൾ എത്രയാടാ? 36 ഗ്രാം H2 ആണ്. ഇങ്ങനെ എഴുതാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ലല്ലോ. ഇനി മക്കളെ അടുത്ത നോക്കിയേ, ഇതിനെ നമ്മൾ STPയിലുള്ള വോളിയം ആക്കിയും ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് നമ്പർ ഓഫ് മോൾ കിട്ടിയാൽ മതി. നമുക്കറിയാം 1 മോൾ അറ്റ് STP എന്ന് പറയുമ്പോൾ 22.4 ലിറ്റർ ആണ്. ദിസ് ഈസ് സ്മോളർ വോളിയം അല്ലേ? പക്ഷെ അവിടെ 2 മോൾ H2 അല്ലേ? അപ്പോൾ എന്താണ് അതിൻ്റെ ഇരട്ടി അഥവാ 44.8 ലിറ്റർ H2 ആണ് എന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. ദെൻ 1 മോൾ O2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 22.4 ലിറ്റർ O2 ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ 2 മോൾ H2 ആണ്. ദാറ്റ് മീൻസ് 44.8 ലിറ്റർ H2 ആണ്. ഓക്കെ, റെഡി? അപ്പോൾ ഏത് ഇക്വേഷൻ കിട്ടിയാലും ഇങ്ങനെ 3 രൂപത്തിൽ മക്കൾ എഴുതാനായിട്ട് സാധിക്കണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഒന്നുകൂടി വേറൊരു ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, N2 + 3H2 gives 2NH3. സെയിം ടൈപ്പാണ് മക്കളെ. നമ്പർ ഓഫ് മോളിൻ്റെ ടൈപ്പിൽ പറ. 1 മോൾ N2 അല്ലേ ഇവിടെ ഉള്ളത്, കാരണം ഒരു N2 ഉള്ളൂ. 3H2 ആണ്, അതുകൊണ്ട് എത്ര മോൾ H2 ആയിരിക്കും? 3 മോൾ H2 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഗിവ്സ് എത്ര മോൾ NH3 ഉണ്ടായിരിക്കും? 2 മോൾ NH3 ഉണ്ടായിരിക്കും. ഓക്കെ, 2 മോൾ NH3 ഉണ്ടായിരിക്കും. ദെൻ നമുക്ക് ഇതിനെ മാസിൽ എഴുതണം. അപ്പം മോളിക്കുലാർ മാസ് നമുക്ക് അറിയണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും കേട്ടോ. N2 എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് 28 ആണ്. H2 നമുക്ക് ഓൾറെഡി അറിയാം 2 ആണ്. NH3 എന്ന് പറയുമ്പോൾ ഒരു NH3യുടെ മാസ് 17 ആണ്. നമുക്ക് നോക്കാം. 1 മോൾ N2 ആണ്, അതുകൊണ്ട് 28 ഗ്രാം തന്നെയാണ് N2 ഉള്ളത്. ഓക്കെ, 3 മോൾ H2 ആണ്. 1 മോൾ 2 ആണെങ്കിൽ 3 മോൾ എന്ന് പറയുമ്പോൾ 6 ആണ്. അപ്പോൾ 6 ഗ്രാം H2 ആണുള്ളത്. 2 മോൾ NH3 ആണ്. 1 മോൾ 17 ആണെങ്കിൽ 2 മോൾ എന്ന് പറയുമ്പോൾ 34 ഗ്രാം എന്താടാ നമുക്ക് NH3 കിട്ടും. ഇനി ഇതിനെ വോളിയം ആക്കി എഴുതാൻ പറ്റുമല്ലോ. എങ്ങനെ വോളിയം ആക്കി എഴുതാം? 1 മോൾ എന്ന് പറയുമ്പോൾ എത്രടാ? 22.4 ലിറ്റർ അറ്റ് STP. 3 മോൾ എന്ന് പറയുമ്പോൾ എത്രടാ? 67.2 ലിറ്റർ അറ്റ് STP. ഓക്കെ, ദെൻ 2 മോൾ NH3 എന്ന് പറയുമ്പോൾ എത്രടാ? 44.8 ലിറ്റർ അറ്റ് STP. മക്കളെ, ഇങ്ങനെ ഏത് ഇക്വേഷനും നമുക്ക് ഈ രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കണം. അത് സാധിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഈ രൂപത്തിൽ എഴുതുക എന്നുള്ളതാണ്. ദെൻ നമുക്ക് ചോദ്യത്തിലേക്ക് ശ്രദ്ധിച്ചിട്ട് എങ്ങനെ അതിൻ്റെ ചോദ്യം അറ്റൻഡ് ചെയ്യുക അതുകൂടി നമുക്ക് നോക്കിയാലോ മക്കളെ. ആദ്യമായിട്ട് സാറ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ എന്നുള്ളൊരു ചോദ്യം കാണിച്ചു തരാം. എന്താ? 40 ഗ്രാം ഹൈഡ്രജൻ പൂർണ്ണമായിട്ടും ഓക്സിജനുമായി പ്രവർത്തിച്ചാൽ എത്ര ഗ്രാം ജലം ലഭിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ മെനി ഗ്രാംസ് ഓഫ് വാട്ടർ വിൽ ബി ഒബ്റ്റെയിൻഡ് ഇഫ് 40 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഇവിടെ സാറൊരു ട്രിക്കല്ല, ഇതിൻ്റെ ശരിക്കും ചെയ്യുമ്പോൾ ഉള്ള ഒരു ഐഡിയ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ മക്കളെ? നമ്മളൊരു ഇംപ്ലൈസ് അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സൈന് നിങ്ങൾ കഴിയുകയാണെങ്കിൽ ഇടുക. എന്നിട്ട് നമുക്ക് തന്നതും നമ്മളോട് ചോദിച്ചതും ഉണ്ടായിരിക്കും. അത് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് തന്നത് 40 ഗ്രാം ഹൈഡ്രജൻ. അപ്പോൾ തന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ സൈഡ് എഴുതാം. ഓക്കെ, H2നെ പറ്റിയിട്ട് ആ സൈഡ് എഴുതാം. ചോദിച്ചത് എന്തിനെ പറ്റിയിട്ടാണ്? ഹൗ മെനി ഗ്രാംസ് ഓഫ് വാട്ടർ. അപ്പോൾ എത്ര ഗ്രാം വാട്ടർ ഉണ്ടാകും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ചോദിച്ചതിനെ പറ്റി എന്ത് ചെയ്യുക? ഈ സൈഡും എഴുതിയെടുക്കാം.
എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ചോദ്യത്തിലുള്ളതല്ല ചെയ്യേണ്ടത്, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ എഴുതിയിട്ടുള്ള കാര്യമുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഈ കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം അവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ മാസിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. ആരൊക്കെ തമ്മിലുള്ള റിലേഷനാ? വാട്ടറും ഹൈഡ്രജനും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം കിട്ടും 4 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്തപ്പോൾ 36 ഗ്രാം വാട്ടറാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യം അത് എഴുതുക നമ്മൾ, കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ, ആ ഒരു കാര്യം അവിടെ എഴുതുക എന്നുള്ളതാണ്. യെസ്, അപ്പോൾ നമുക്ക് അറിയാവുന്നത് 4 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ നമുക്ക് 36 ഗ്രാം വാട്ടർ കിട്ടും എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെഫ്റ്റ് സൈഡ് എപ്പോഴും 1 ആക്കാൻ വേണ്ടി നോക്കണം. ഇവിടെ ചിലപ്പോൾ 1 ആണെങ്കിൽ 1 ആക്കണ്ട, ഇപ്പോൾ 1 അല്ലല്ലോ. 1 ആക്കണമെങ്കിൽ ഒന്നും വേണ്ട, ഈ ഒരു നമ്പറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 1 ഗ്രാം H2 ഇംപ്ലൈസ്, അല്ലെങ്കിൽ 1 ഗ്രാം H2 റിയാക്ട് ചെയ്താൽ 36 അവിടെ ഉണ്ട്, ഡിവൈഡ് ബൈ 4 വരും. എങ്ങനെയാണ് ഡിവൈഡ് ബൈ 4 വന്നത്? ഈ 4 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ബൈ 4 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു യു നോ ദാറ്റ് 9 ഗ്രാം H2 ആണ്. സോ സാർ കഴിഞ്ഞോ? ഇല്ല, നമ്മളിവിടെ 1 ഗ്രാം ആക്കി ഇങ്ങനെ ചെയ്തതിന് ശേഷം അതിനി 1 ആക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ മാസിനെ പറ്റി മാത്രമല്ല കേട്ടോ സാറ് പറയുന്നത്. ചോദ്യം എന്താണെങ്കിലും ശരി ഇവിടെ 1 ആക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നൊരു മാസോ വോളിയോ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളോ ഉണ്ടാവുമല്ലോ, അതിനെ ഈ നമ്പറിനെ 2 സൈഡും ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 40 × 1 എന്ന് പറയുമ്പോൾ 40 തന്നെയാണ്. അപ്പോൾ 40 ഗ്രാം H2 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 40 × 9 അല്ലേ, ഇവിടെ 9 അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ 40 × 9 ദാറ്റ് മീൻസ് 360 ഗ്രാം വാട്ടർ. യെസ്, നമ്മുടെ ആൻസർ ആയി അല്ലേ. നമുക്കറിയാം എന്താ, 40 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 360 ഗ്രാം വാട്ടർ ഉണ്ടാവും. ഇത്രേ ഉള്ളൂ കണ്ടുപിടിക്കാൻ, കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ രണ്ടാമത് ചെയ്തിട്ടുള്ള അമോണിയൻ്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, ഈ ഇക്വേഷൻ ഇത് എന്നുള്ളൊരു ചോദ്യം നോക്കാം. ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 6 മോൾ ഓഫ് അമോണിയ? എത്ര? അപ്പോൾ മോൾ എന്നുള്ള കണക്കിൽ നിന്നാണ് ചോദ്യം ഉള്ളത്. ഓക്കെ, ഹൗ മെനി മോൾ? 6 മോൾ അമോണിയ. അപ്പോൾ തന്നത് അമോണിയാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഐഡിയ എന്തിനെ പറ്റിയിട്ടുള്ളതാ തന്നത്? അമോണിയനെ പറ്റിയിട്ട്, അമോണിയനെ പറ്റി. അപ്പോൾ തന്നത് എന്താ സാറ് പറഞ്ഞിട്ടുള്ളത്? യെസ്, തന്നത് ക്വസ്റ്റ്യനിൽ തന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡ് എഴുതണം. ഓക്കെ, ചോദിച്ചത് എന്തിനെ പറ്റിയിട്ടാ? നൈട്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. അങ്ങനെ ആകുമ്പോൾ ആദ്യം നമുക്ക് ഏതെങ്കിലും ഒന്ന് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ എനിക്ക് ഒന്ന് നൈട്രജനെ കണ്ടെത്താം, N2 കണ്ടെത്താം. അപ്പോൾ സാറ് പറഞ്ഞു മറക്കണ്ട, തന്നതിനെ ഈ സൈഡും ചോദിച്ചതിന് ഈ സൈഡും എഴുതാം. പിന്നെ ഓൾറെഡി ഇവിടെ മോളിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണുള്ളത്, അതുകൊണ്ട് മോളിനെ പറ്റിയിട്ടുള്ള ഈ ഐഡിയ നമുക്ക് വേണ്ടത്. ആരൊക്കെ നമ്മളിപ്പോൾ റിലേഷൻ എടുത്തത്? നൈട്രജനും അതേപോലെ തന്നെ അമോണിയാണ്. മക്കളെ ഇവിടെ നോക്കിയേ, 1 മോൾ നൈട്രജൻ 2 മോൾ അമോണിയ, അതാണല്ലോ നമുക്ക് റിലേഷൻ. ദാറ്റ് മീൻസ് 2 മോൾ അമോണിയ കിട്ടാൻ 1 മോൾ നൈട്രജൻ വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ സാർ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇവിടെ 1 ആക്കണം അല്ലേ. 1 ആക്കാൻ എന്താണ് ചെയ്യുക? 1 മോൾ അമോണിയ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണടാ? യെസ്, 1 അവിടെ ഉണ്ട്, ബൈ 2. ഇങ്ങനെ ബൈ 2 ആയത് ഈ 2 ഇങ്ങോട്ട് വന്നപ്പോൾ അല്ലേ. ഓക്കെ, അത്രയും മോൾ എന്ത് വേണം? N2 വേണം. റെഡി. ഇനി എന്താ സാർ ചെയ്യാൻ പറഞ്ഞത്? എന്താണോ ക്വസ്റ്റ്യനിൽ തന്ന നമ്പർ അതെന്ത് ചെയ്യുക? 2 സൈഡ് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 6 മോൾ അമോണിയ, 6 × 1 6 തന്നെ അല്ലേ. അത് കിട്ടാൻ വേണ്ടിയിട്ട് 6 × 1/2 അല്ലേ, 6 × ഇവിടെ 1/2 ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അല്ലേ. അപ്പോൾ 3 മോൾ എന്ത് വേണ്ടി വരും? നൈട്രജൻ വേണ്ടി വരും. മക്കളെ മനസ്സിലായോ? അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ കാര്യം ചെയ്യാന്നുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിൽ ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യം തരാം. ഒന്നുമില്ല, ഇവിടെ ചോദിച്ചത് നൈട്രജനെ പറ്റി മാത്രമല്ലല്ലോ, ഹൈഡ്രജനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മക്കൾ ചെയ്ത് നോക്കി, എന്താ മാറ്റം വരുത്തേണ്ടത്? ഇവിടെ H2 ആക്കുക അല്ലേ. പിന്നെന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഹൈഡ്രജനും അമോണിയം തമ്മിലുള്ള റിലേഷൻ നോക്കുക. 3 മോൾ ഹൈഡ്രജൻ 2 മോൾ അമോണിയ. അപ്പോൾ ഇവിടെ 3 മോൾ ഹൈഡ്രജൻ 2 മോൾ അമോണിയ. പിന്നെ ഈ 2 അങ്ങോട്ട് കൊണ്ടുവന്നു, പിന്നെ 6 കൊണ്ട് 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. സോ എത്ര മോൾ ഹൈഡ്രജൻ ആണ് 6 മോൾ അമോണിയക്ക് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മക്കൾ എത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങൾ മാത്രമേ വരൂ എന്ന് പ്രതീക്ഷിക്കരുത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ, ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഈ 3 രീതിയിലും എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമുണ്ട് ഇല്ല എന്നൊക്കെ നമുക്ക് മാരത്തോണിലൊക്കെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, അപ്പോൾ എല്ലാവരും മാരത്തോണിലുള്ള ചോദ്യങ്ങളൊന്നും മറക്കരുത്. കാരണം തീർച്ചയായിട്ടും ഒരു കാര്യം പഠിച്ചോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴാണ്. സോ മക്കളെ, അതൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ എക്സാമിന് നമുക്ക് പോകാനായിട്ട് സാധിക്കും.
ആയിരിക്കും. അപ്പോൾ നമുക്ക് മാരത്തോണിൽ കാണാം. ഈ ഒരു വീഡിയോ സാർ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. വൈൻഡ് അപ്പ്, സൈനിങ് ഓഫ്.